തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായും സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും ലോക തലത്തിലെ തന്നെ പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ ചർച്ചയാവാറുണ്ട്. കേരളത്തിന്റെ ശീലം അതാണ്. പക്ഷേ കേരളത്തിലെ 14 ജില്ലകളിലും ഒരേപോലെ ചർച്ചയാകുന്ന ഒരൊറ്റ വിഷയമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത് നിശ്ചയമായും വന്യമൃഗശല്യം തന്നെയായിരിക്കും. വന്യമൃഗശല്യത്തെ പറ്റിയാണ് പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർക്കും പറയാനുള്ളത്. വന്യമൃഗശല്യം സഹിക്കാനാവാതെ നിരവധി ആളുകളാണ് ഈ നാട് ഉപേക്ഷിച്ച് പോയത്. വനംവകുപ്പിന്റെ കാര്യക്ഷമമല്ലാത്ത പരിഹാര മാർഗങ്ങളെയും സ്വയം പ്രതിരോധ മാർഗങ്ങളെയും ആശ്രയിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് ഇവിടുത്തെ വോട്ടർമാരുടെ ആവശ്യം. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ സീതത്തോട് പഞ്ചായത്തിലെ 7-ാം വാർഡിലെ പകുതിയോളം വോട്ടർമാർ ഇന്നിവിടെ ഇല്ല. വന്യമൃഗശല്യം മൂലം അവർ നാടും വീടും ഉപേക്ഷിച്ചു പോയി. അവിടെ ഒരു വീട് പോയി, ഈ വീട് പോയി, അതിനപ്പുറത്ത് വീട് പോയി, കിഴക്കെല്ലാം ആൾക്കാർ പോയി. ഞങ്ങളും ഇച്ചിരൂടെ കഴിയുമ്പോൾ മക്കളുടെ പറമ്പിലോട്ട് ഞങ്ങളും പോകാൻ നിൽക്കുക. കടുവ, പുലി, ആന, കാട്ടുപോത്ത് അങ്ങനെ നീളുന്നു മനുഷ്യന്റെ സൂര്യജീവിതം ഇല്ലാതാക്കിയ വന്യമൃഗങ്ങൾ. ആനശല്യം ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കൃഷിയെല്ലാം നശിപ്പിച്ചു. ആനയുണ്ട്, കടുവായും പുലി, കുരങ്ങ് എല്ലാം ശല്യം. കൃഷികളൊന്നും കിട്ടത്തില്ല. 2 പ്രാവശ്യം കണ്ടു പുലിയെ. പേടിയാ, റോഡ് പോകാൻ ഭയങ്കര പേടിയാ. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകാനൊക്കെ വന്ന് കിടക്കും. 15 വയസ്സായി, ഇനിയിപ്പോൾ അധികം കൃഷിയൊന്നും ചെയ്യാനൊക്കത്തില്ല. ോളം സ്ഥിര താമസക്കാരുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ബഹുഭൂരിപക്ഷവും കർഷക കുടുംബം. എന്നാൽ ഇന്ന് അവശേഷിക്കുന്നത് 150ഓളം കുടുംബങ്ങൾ മാത്രമാണ്. പോയ കാര്യം നമ്മുടെ പോർക്കാങ്കത്തില്ലല്ലോ. ആന, കടുവ, പുലി ഉള്ളതുകൊണ്ട് എല്ലാവരും പോയേക്കോ, പോലീസും എല്ലാം. രാത്രിയിലൊക്കെ ഭയങ്കര പാടാണ് ഇവിടെ പോർക്കാൻ. വന്യമൃഗങ്ങളെ തുരത്താൻ പലരും പല മാർഗങ്ങളും സ്വയം കണ്ടെത്തി. എന്നാൽ ഇവയൊന്നും ശാശ്വത പരിഹാരമായില്ല. വന്യമൃഗശല്യത്തിൽ മനുഷ്യർ പൊറുതിമുട്ടി. ഇപ്പം കഴിഞ്ഞ 4 വർഷമായി ഒരു ദിവസം ആനയില്ലാത്ത ദിവസവും. അത് പ്ലാവ് ഒരു ചക്ക വീണെങ്കിൽ അന്ന് തൊട്ട് തീരുന്നു. അതിൻ്റെ ചുവട് പറിക്കുന്നിടം വരെ അവിടെ തന്നെ എല്ലാ ആനയും സന്ധ്യയ്ക്ക് വിടാം. പുലിയുണ്ട്, കടുവായും ഉണ്ട്. അക്കരയൊക്കെ കിടന്ന് അമർന്ന് കേൾക്കാം. കടുവ ചിലപ്പം വലിയ അമർന്ന് കേൾക്കാം. ഞാനൊക്കെ ഉള്ളിനി ഈ പിള്ളേർ സെറ്റ് അവരിപ്പോൾ വയസ്സായില്ലേ, കണ്ടില്ലേ? അവരുടെ അപ്പനൊക്കെ ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ടതാണ്, ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അവിടെ. വിളിക്കണ്ട, അവിടെ ആളില്ല. ആനശല്യം, ആനയുടെ പേടി കൊണ്ട് ഇവിടെ നിന്ന് ചുറ്റോട്ടി താമസം മാറി. 50 വീടുകളോളം 200 പേരോളം അങ്ങനെ ഇവിടെ വിട്ടുപോയി. ഒരു രക്ഷയിലൂടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കും. 10 വർഷത്തിന് ഉള്ളിലായിട്ട് കാട്ടാനെ കാണുന്നതും വന്യമൃഗശല്യം ഇത്രയും പെരുകുന്നതും. 4-1 ആൾക്കാർ ഇവിടുന്ന് ഈ ദേശം വിട്ടു പോയി കഴിഞ്ഞപ്പം ബാക്കി താമസിക്കുന്നവർക്ക് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടിയും മറ്റ് പറമ്പുകൾ വനം പിടിച്ച് പന്നിയുടെയും പുലിയുടെയും പകലും അതുങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരും. ഏത് നിമിഷവും ഈ നാടും വീടും ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ നാട്ടിലുള്ളവർ. അടുത്ത തവണ വോട്ട് ചോദിച്ച് ഇവിടേക്ക് എത്തുമ്പോൾ വോട്ടർമാരുണ്ടാകില്ല. വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.